ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എഡ്വൻ എൽവിൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കിടിലൻ ഡിസേർട്ടാണ്. അത് ലെബനീസ് ഡിസേർട്ടാണ്. അതിൻ്റെ പേര് ലയാനി ലുബിന എന്നാണ്. പേര് കേട്ട് ആരും പേടിക്കേണ്ട കാര്യമില്ല. ഇത് റവ വെച്ചാണ് ഉണ്ടാക്കുന്നത്. അത് വളരെ സിമ്പിളായിട്ട് ഒത്തിരി നമുക്ക് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യം ഒന്നുമില്ല. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ റവയാന്നോർത്ത് ഒരു കോംപ്രമൈസും ഇല്ല. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ മേല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് റവയാണ് ചേർത്തേക്കുന്നത്. പൊടിച്ച റവയൊന്നുമല്ല, മൊത്തത്തോടെയാണ് ചേർത്തേക്കുന്നത്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് പഞ്ചസാര, പിന്നെ 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, പിന്നെ നമുക്ക് വേണ്ടത് 1 ലിറ്റർ പാലാണ് വേണ്ടത്. ഞാൻ ഈ ഒരു മെഷർമെൻറ്റിൻ്റെ അളവിലാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഇത് കുറച്ചെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ അളവ് കുറച്ചെടുത്താൽ മതി. എന്നിട്ട് മൊത്തത്തോടെ പാല് ചേർത്ത് കൊടുക്കുകയല്ല, ആദ്യമേ ഒരു കുറച്ച് പാൽ ഒഴിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ മൊത്തത്തോടെ അങ്ങ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുവാണ്. ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴത്തേക്കും നമ്മൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. എന്നിട്ട് ഇത് ഇടവിടാതെ തന്നെ ഇളക്കി കൊടുക്കുന്ന കേട്ടോ നല്ലത്, കൈവിടാതെ. കാരണം റവയല്ലേ, അതിൻ്റെ അടിയിൽ കട്ട പിടിക്കാനൊക്കെ ഒരു ചാൻസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കുക്കാവുകയും ചെയ്യും, പെട്ടെന്ന് അതിൻ്റെ അടിയിലൊക്കെ പിടിക്കില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ നോക്കിയപ്പം മധുരം എനിക്ക് ഇച്ചിരി കുറവ് തോന്നി കേട്ടോ. അപ്പോഴത്തേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഏകദേശം 1/2 കപ്പോളം ഷുഗർ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു ടേസ്റ്റിന് നമ്മൾ വാനില എസൻസ് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ, എൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ചേർക്കുമ്പോൾ ഒരു ഇച്ചിരിയും കൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. ഇപ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഇച്ചിരിയും കൂടെ നന്നായിട്ട് തിക്കായിട്ട് വരണം. ഇത് കണ്ടോ, ഇപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഒത്തിരി അങ്ങ് തിക്കുവാക്കല്ല കേട്ടോ. ഒത്തിരി അങ്ങ് തിക്കാക്കി കഴിഞ്ഞാൽ ഇത് റവയാണ്, നമ്മൾ തണുക്കാനൊക്കെ വെക്കുന്നതാണ്. അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഒത്തിരി അങ്ങ് തിക്കായി കഴിഞ്ഞാൽ അതിന് ഭയങ്കര പാടായിരിക്കും, കട്ടി തോന്നും, നമുക്ക് കഴിക്കുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാം. അപ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിന് മതി കേട്ടോ, കിട്ടാൻ മതി. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാവേ. ഈ ഒരു പരുവത്തിന് മതിയേ. ഞാനിവിടെ ഒരു പുഡിങ്ങിൻ്റെ ട്രേയിൽ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ഈ പാത്രം ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ ഏതാണോ പാത്രം ഉള്ളത് അതിനകത്ത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇതിൻ്റെ താഴെ ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ പുഡിങ് അകത്തുനിന്നൊന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നെയ്യ് വേണേലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബട്ടർ ആണേലും ഉപയോഗിച്ചാൽ മതി. ഏതാണേലും ഒരു കുഴപ്പമില്ല. ഇങ്ങനെ ഒന്ന് മൊത്തത്തിൽ എണ്ണയൊക്കെ ഒന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുഡിങ് മൊത്തവും കൂടെ അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ റവ ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ. എന്നിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് എന്തെങ്കിലും എയർ ബബിൾ ഉണ്ടെങ്കിൽ അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ട് നമ്മൾ ഇതൊരു 1/2 മണിക്കൂർ തൊട്ട് 3/4 മണിക്കൂർ വരെ നമ്മൾ റെഫ്രിജറേറ്ററിൽ വെച്ചൊന്ന് സെറ്റ് ആകാൻ വെക്കണം കേട്ടോ. ഈ പുഡിങ് 2 ലെയറുള്ള പുഡിങ്ങാണ്. അപ്പം ആദ്യത്തെ ഈ ലെയർ സെറ്റ് ആകാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ ചെയ്യാനുണ്ട്. ഇതൊന്ന് സെറ്റ് ആകുന്ന സമയത്ത് നമുക്ക് ആ കാര്യങ്ങളും കൂടെ ചെയ്യാവേ. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഷുഗർ സിറപ്പാണ്. അതിനായിട്ട് 1/4 കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി 1/2 കപ്പ് വെള്ളം വേണം കേട്ടോ. ഞാനിവിടെ കുറച്ചാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഈ മെഷർമെൻറ്റ് എടുത്തത്. അപ്പം നിങ്ങൾ കൂട്ടുമ്പം ഇതനുസരിച്ച് കൂട്ടിയെടുക്കണം കേട്ടോ. എന്നിട്ട് ആ പഞ്ചസാര നന്നായിട്ടൊന്ന് അലിയിക്കുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതൊരു നൂൽപ്പരുവാകേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇച്ചിരി തിക്കായാൽ മതി കേട്ടോ. തിക്കാകുന്നിടം വരെ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അങ്ങനെ തിക്കായി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ നാരങ്ങാനീരില്ലെങ്കിൽ വിനെഗറി ആണേലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അങ്ങനെ ഒന്ന് ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചാൽ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ ഷുഗർ സിറപ്പ് റെഡിയാണ്. ഇനി നമ്മൾ സെക്കൻഡ് ലെയർ ഉണ്ടാക്കുന്നതിനായിട്ട് ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1/2 ലിറ്റർ പാലാണ്, 2 കപ്പ് 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ പഞ്ചസാര ഒന്ന് അലിയുന്നിടം വരെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ.
ഇനി ഞാൻ അടുത്ത ലെയർ ഉണ്ടാക്കുന്നതിനായിട്ട് ഈ ക്രീം ചീസാണ് കേട്ടോ എടുത്തേക്കുന്നത്. അൽമറയുടെ ക്രീം ചീസാണ് എടുത്തേക്കുന്നത്. അതിനകത്ത് ഒരു 6 പാക്കറ്റ് ഉണ്ട്. ആ 6 പാക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ചിലർ വിപ്പിംഗ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും വെച്ച് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിപ്പോൾ ഫ്രിഡ്ജിനകത്ത് ഇരുന്നതാണ്. അപ്പോൾ അതിൻ്റെ തണുപ്പൊന്ന് മാറാൻ വേണ്ടി നമുക്കൊന്ന് പുറത്തെടുത്ത് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ പാലിൻ്റെ മിക്സിനകത്ത് അത് കറക്റ്റ് അങ്ങ് മിക്സ് ആവില്ല. അപ്പോൾ അതിൻ്റെ തണുപ്പൊന്ന് മാറാൻ വേണ്ടി നമുക്ക് പുറത്ത് വെക്കാം. ഇനി നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. നമ്മൾ ഇതിനകത്ത് ജലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും ഉപയോഗിക്കുന്നില്ല ഈ പുഡിങ്ങിൽ. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. ഇപ്പം നന്നായിട്ടത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ പാലിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ്. കോൺഫ്ലവർ ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് പെട്ടെന്ന് ചോട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വാനില എസൻസ് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പം ഈ ഇച്ചിരിയും കൂടി ഒന്ന് നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ, നേരത്തേക്കാളും കോൺഫ്ലവർ. ഇനി നമുക്ക് ഇതിനേക്കാളും കുറച്ചും കൂടെ വേണം കേട്ടോ. ഇപ്പം ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം കേട്ടോ. നമ്മൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ക്രീം ചീസ് ഇല്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചീസ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ആ പാലിൻ്റെ കോൺഫ്ലവറിൻ്റെ മിക്സിനകത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഫ്രീസറിനകത്തിരുന്ന പാടാണ്, അതങ്ങ് പെട്ടെന്ന് അതങ്ങ് മെൽറ്റ് ആവില്ലല്ലോ. അതുകൊണ്ടാണ് പറയുന്നത് റൂം ടെമ്പറേച്ചറിൽ വെക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പം ഞാൻ എടുത്തപ്പോഴും ഒരിച്ചിരി കട്ടിയായിരുന്നു. അപ്പം അത് തന്നെ സാധാ ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ട് എനിക്കത് ഇച്ചിരി പാടായിട്ട് തോന്നി. അപ്പോഴത്തേക്കും നിങ്ങൾ വെക്കുമ്പോഴത്തേക്കും നിങ്ങൾ പുഡിങ് ഉണ്ടാക്കുമ്പോൾ ഇതെടുത്ത് ഓൾറെഡി വെളിയിൽ വെച്ച് അതൊന്ന് മെൽറ്റ് ആയതിന് ശേഷം ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ആ കോൺഫ്ലവറിൻ്റെയും പാലിൻ്റെയും മിക്സിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇപ്പം ചീസൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാവേ. അപ്പോഴത്തേക്ക് ഈ സമയത്ത് നമ്മൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഒത്തിരി അങ്ങ് തീ കൂട്ടി വെക്കണ്ട. ഇനി അതങ്ങ് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്കും ഒന്ന് നന്നായിട്ട് മെൽറ്റായി വന്നോളും കേട്ടോ. ഇപ്പം നമ്മുടെ ക്രീം റെഡിയായി. നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം കേട്ടോ. ഈ ഒരു പരുവത്തിന് വേണം കിട്ടാൻ വേണ്ടി. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന റവയുടെ മിക്സും സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം ചീസിൻ്റെ ആ ഒരു മിക്സില്ല അത് മൊത്തം ആ റവയുടെ മിക്സിൻ്റെ മേളിലോട്ട് ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒരു സ്പൂണോ സ്പാച്ചുലയോ എന്തെങ്കിലും വെച്ച് ഇതുപോലെ ഒന്ന് ലെവലും കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ വേറെ ഒന്നും ചേർത്തിട്ടൊന്നുമില്ലല്ലോ, ജലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് നമ്മളിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. ഇപ്പോൾ ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പുഡിങ്ങൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗിയില്ലല്ലോ. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് പിസ്ത ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തതുപോലെ. എന്നിട്ട് അതിൻ്റെ സൈഡ് മൊത്തം ചേർത്ത് കൊടുത്തു കേട്ടോ. ഞാൻ ഈ ഒരു രീതിയിലാണ് ഡെക്കറേറ്റ് ചെയ്തത്. നിങ്ങൾക്ക് ഏത് ഇതിൽ വേണേലും ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ പുഡിങ് റെഡിയായി. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയല്ലേ, അതുപോലെ തന്നെയാണ് കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് കണ്ടോ, ഇതുപോലെ നല്ല ഒരു രസമല്ലേ കാണുമ്പോഴാണെങ്കിലും. നമ്മളിപ്പോൾ ഒന്ന് ഇത് സെർവ് ചെയ്യുമ്പോഴും കാണുമ്പോഴും നല്ല ഭംഗിയല്ലേ. അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് വെച്ച് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഷുഗറിൻ്റെ സിറപ്പില്ലേ അതിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ആ ഷുഗർ സിറപ്പിനകത്ത് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് കഴിക്കണം കേട്ടോ. അങ്ങനെ ഷുഗർ സിറപ്പിനകത്ത് ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോഴാണ് നല്ല അടിപൊളി ടേസ്റ്റാണ്. വായിലിട്ടാൽ അങ്ങ് അലിഞ്ഞു പോകും കേട്ടോ, അതുപോലത്തെ രുചിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി.